ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സ്കൂൾ മേളകൾക്ക് ഫണ്ട് കണ്ടെത്താൻ പണപ്പിരിവുമായി സംസ്ഥാന സർക്കാർ. ജില്ലാ ഉപജില്ലാ മേളകൾക്ക് വേണ്ടി അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും പണപ്പിരിവ് നടത്താമെന്നാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. മേളകൾക്ക് വേണ്ടി സർക്കാർ നീക്കിവെച്ച തുക അപര്യാപ്തമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 300 രൂപ മുതൽ 450 രൂപ വരെയാണ് അധ്യാപകരിൽ നിന്ന് പിരിക്കുന്നത്. ഗോപാൽ ശീലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നീക്കം നടക്കുന്നത്, ഈ പണപ്പിരിവ്? മുൻപൊക്കെ ഈ പണം അപര്യാപ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിലവിലെ ഉത്തരവിൽ പറയുന്നത്? ശ്രുതി, മുൻപ് ഇത് 3-ാം തവണയായി. കഴിഞ്ഞ 2 തവണയും ഇത്തരത്തിൽ പണപ്പിരിവ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇത് ഔദ്യോഗികമായി ഒരു ഉത്തരവായി ഇറക്കിയിരിക്കുന്നു. ആ ഉത്തരവിൽ പറയുന്ന വിശദാംശങ്ങൾ ചിലതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ സ്കൂൾ, ജില്ലാ ഉപജില്ലാ കലാ കായിക ശാസ്ത്രോത്സവ മേളകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ടാണ് ഇപ്പോൾ വീണ്ടും പിരിക്കാനായി AEOമാരുടെ നേതൃത്വത്തിലുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിൽ പറയുന്നത് 85 ലക്ഷം രൂപ ഉപജില്ലാ ജില്ലാ മേളകൾ നടത്തുന്നതിനായി ആവശ്യമുണ്ട്. എന്നാൽ ആ ഫണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ അപര്യാപ്തമാണെന്നും അതുകൊണ്ട് തന്നെ ആ പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതായത് ഈ കാലഘട്ടത്തിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മേളകൾ നടത്തുന്നതിനുള്ള ചെലവ് മുൻ വർഷത്തേക്കാൾ ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്നുമാണ് ഇതിന് കാരണമായി പറയുന്ന വിശദീകരണം. അധ്യാപകരിൽ നിന്നും 300 മുതൽ 450 രൂപ വരെയാണ് പിരിക്കാൻ ഉള്ള തീരുമാനം ഉത്തരവായി തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. LP UP സ്കൂൾ ടീച്ചർമാരിൽ നിന്ന് 300 രൂപയും HMമാരിൽ നിന്ന് 350 രൂപയും ഹൈസ്കൂൾ ടീച്ചർമാരിൽ നിന്ന് 350, ഹൈസ്കൂൾ HMമാരിൽ നിന്ന് 400, HSST ടീച്ചർമാരിൽ നിന്ന് 400, HSST ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാരിൽ നിന്ന് 450 എന്നിങ്ങനെ അധ്യാപകർ പണം നൽകണമെന്ന് ഈ ഉത്തരവിൽ പറയുന്നു. ഇത് കൂടാതെ തന്നെ വിദ്യാർത്ഥികളിൽ നിന്നും സാഹചര്യത്തിനനുസരിച്ച് പണം പിരിക്കണം. ഇതിന്റെ ചുമതല ബന്ധപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കാണ്. ഇവർ പിരിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വഴി അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് അടയ്ക്കണമെന്നും അറിയിക്കുന്നുണ്ട്. താരതമ്യേന വലിയ വിമർശനം ഈ കാര്യത്തിന് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അധ്യാപകർ ഈ അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്ന ഫീ കൂടാതെ ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് ഫീസ് പിരിവും ഫണ്ട് പിരിവും വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകർ ഈ ഘട്ടത്തിൽ ഉയർത്തുന്ന ആരോപണം. ശ്രുതി, ശരി, വ്യക്തമാണ്. ജില്ലാ ഉപജില്ലാ മേളകൾക്ക് വേണ്ടി അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും പണപ്പിരിവ് നടത്താമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.